ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിന്റെ ബാക്കിയായിട്ട് വരുമെന്ന്. പക്ഷേ എന്താ പറയാ, എൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്തോ എനിക്കൊരു അബദ്ധം പറ്റി. ഈ അബദ്ധം പറ്റിയത് ഞാൻ എൻ്റെ കുറച്ച് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാ, നിനക്കോ എന്ന്. അതായത് എന്നെ അറിയാവുന്നവരായത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് അബദ്ധം പറ്റിയോ? എടോ, ഞാനും മനുഷ്യനാണ്, നിങ്ങളെ ഓരോരുത്തരെയും പോലെ എനിക്കും കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചാൽ ആരായാലും കാര്യങ്ങൾ എത്ര അറിയുന്ന ആളായെങ്കിലും ചില സമയത്ത് നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ പറയാൻ വന്ന സബ്ജക്റ്റിന്റെ ബാക്കി മാറ്റി വെച്ചിട്ട് ഈ അബദ്ധത്തെ പറ്റി പറയാം. അതും ഒരു ഓൺലൈൻ സ്കാം തന്നെയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നുമില്ലെങ്കിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതെന്താന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതില് ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ കസിൻസിന്, ഞങ്ങൾ 3-4 കസിൻസ് ചേർന്ന് ഒരു കുഞ്ഞു ബൊട്ടീക്ക് നടത്തുന്നുണ്ട് കേട്ടോ. ചിന്തുഷാൻ ബൊട്ടീക്ക് എന്ന പേരിൽ കുഞ്ഞു ബൊട്ടീക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് സെയിൽ ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെയിൽ ചെയ്യുന്നത് ഷർട്ടും സാരിയും ഒക്കെയാണ്. അപ്പൊ നമ്മള് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങള് സാധാരണയായിട്ട് മുംബൈയിൽ പോയിട്ട് കുറച്ച് കമ്പനിയായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കമ്പനികളിൽ നിന്ന് നമ്മൾ ഷർട്ട്സ് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കാഞ്ചീപുരത്ത് സാരി ഒരു ഇതാക്കിയിട്ടുണ്ട്. പ്രീമിയം സാരിയും മീഡിയം സാരിയും അങ്ങനെ എല്ലാം നേരിട്ട് പോയി കോൺട്രാക്ട് എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. പറ്റിയിട്ടുള്ള അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എൻ്റെ മുംബൈയിലുള്ള കസിൻ എന്നെ വിളിച്ച് പറഞ്ഞു, എവിടെ ചെറിയൊരു ഓർഡർ ഉണ്ട്. അതേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് വേണ്ടിയുള്ള ഓർഡറാണ്. അപ്പൊ നമുക്കത് ഒരു 5-6 പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർഡറാണ്. അപ്പൊ നീ അത് നേരിട്ട് കാഞ്ചീപുരം പോയി ഡ്രസ്സൊക്കെ കണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷെ അവിടെയാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കാര്യം കാഞ്ചീപുരം വരെ പോവേണ്ട ഒരു കാര്യം ആലോചിച്ചിട്ട് മാത്രം ഞാൻ ചെയ്തൊരു അബദ്ധമാണ്. അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിത് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു FBയില് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം കുറെ ഡ്രസ്സസിന്റെ, അതായത് കുറെ സാരീസിന്റെ ആഡ് കണ്ടു. അതായത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്ന കമ്പനീസിന്റെ ആഡ്. അപ്പൊ അതിലൊരു കമ്പനിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അവര് തന്നിരിക്കുന്ന ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചത് ഒരു തമിഴ്നാട് സേലമുള്ള ഒരു കമ്പനിയാണ്. ഇത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാനത് ബാക്ക് ക്യാം വെച്ചിട്ടാണ് എടുക്കുന്നത്. എനിക്കിത് കാണുന്നുണ്ടോന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇതാ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ കാണിക്കാം. ഏലാം പിള്ളൈ കോംബോ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഷോപ്പ് അഡ്രസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ ഈ നമ്പറിനകത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് റെസ്പോണ്ട് ചെയ്തു. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ട് അവരുടെ ആധാർ, പാന്, ഷോപ്പിന്റെ വിസിറ്റിംഗ് കാർഡ്, അതുപോലെ ലൊക്കേഷൻ എല്ലാം അയച്ചു തന്നു. അപ്പൊ ഞാനത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം കൂട്ടത്തിൽ അവരിതാ ഇതുപോലെ ഒരു പിക്ക്, അവര് ഇത് സോർട്ട് ചെയ്യണതിന്റെ പിക്ക് ഇതും അയച്ചു തന്നു. അപ്പൊ ഞാനത് ലൊക്കേഷനൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്. ഓൾറെഡി ഞാൻ ഓർഡർ ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെനിക്ക് മെസ്സേജ് അയക്കുന്നത് 349 rupees ഡെലിവറി ചാർജ് അയക്കണമെന്ന്. അപ്പൊ ഞാൻ ഓർത്തു തമിഴ്നാട് ടു കേരള ആയതുകൊണ്ട് ആയിരിക്കാം, അവിടെയാണ് സ്റ്റാർട്ടിങ് കേട്ടോ. ഞാൻ ഒരു 349 rupees ഞാൻ അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവരെനിക്ക് വീണ്ടും 2-3 days ഡെലിവറി ടൈം, ഹോം ഡെലിവറി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂലൈ 25ന് മുമ്പേ കിട്ടുമല്ലോ എന്ന് ഞാൻ കൺഫേം ചെയ്യുന്നു. ഞാൻ അതെന്റെ കസിന് ജൂലൈ 25ന് മുമ്പ് നമുക്ക് ഓർഡർ എത്തുമെന്ന് പറയുന്നു. എങ്ങനെ ഏതെന്നൊന്നും അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന മെസ്സേജ് ആണ്, ഡിസ്പാച്ച് കൺഫർമേഷൻ എമൗണ്ട് സെൻഡ് മീ ₹799.
യുവർ ടോട്ടൽ എക്സ്ട്രാ എമൗണ്ട് ഓട്ടോമാറ്റിക് റീഫണ്ട് യുവർ അക്കൗണ്ട് വിത്തിൻ 2 minutes ഡെഫിനറ്റ്ലി. അപ്പൊ എനിക്കത് എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാനത് തിരിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാനത് ചെയ്യില്ല, കാരണം ഇത് ചീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല സോറി നോ മാം എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അവരുടെ കസ്റ്റമേഴ്സിന്റെ എന്താ പറയാ, കസ്റ്റമേഴ്സ് അയച്ചു കൊടുക്കുന്ന ഒരു ഇത് റിവ്യൂ ഉണ്ടാവുമല്ലോ, ആ റിവ്യൂ ഒക്കെ അയച്ചു തന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് സാധനം പെട്ടെന്ന് കിട്ടുകയും വേണം എന്നുള്ള ആ ഒരു ഇതിൽ എന്താന്ന് എനിക്കറിയില്ല, ആ ഒരു സമയത്ത് ഒരു മെമ്മറി ലോസോ എന്താന്ന് അറിയില്ല, ഞാൻ ആ 799 rupees അവസാനം അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തതിന് ശേഷമാണ് വീണ്ടും അവരുടെ ഒരു ഫ്രോഡ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവര് അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് റീഫണ്ട് ചാർജ് 1399 രൂപ. നോക്കേ, ഇത് കണ്ട, ഇത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു സംഭവം എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവർക്ക് ക്യാഷ്, ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്കത് റീഫണ്ട് ചെയ്യണം, എന്റെ ഓർഡർ ക്യാൻസൽ ചെയ്തേക്കും, റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. റീഫണ്ട് ചെയ്യണമെങ്കിൽ ഈ പൈസ അയച്ചാലേ മതിയാവൂ എന്ന് പറയുന്നു. അപ്പോഴും എനിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങൾ ആലോചിക്കണേ, എനിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ആ സമയത്തും ഞാൻ പറഞ്ഞു പറ്റില്ല, എന്റെ ടോട്ടൽ എമൗണ്ട് എനിക്ക് ആ സമയമായപ്പോഴേക്ക് 4148 rupees ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 3 തവണയായിട്ട്. അപ്പോഴും ഞാൻ പറയുന്നത് അത് എനിക്ക് റിട്ടേൺ തരണം എന്ന് പറയുന്നു. അപ്പോ അവരെന്താണ് ഡെലിവറി ഓർ പിക്കപ്പ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന സമയത്ത് വീണ്ടും ഈ 1399 rupees പേ ചെയ്താൽ അത് ഡിസ്പാച്ച് ആവും എന്നാണ് എന്നോട് പറയുന്നത്. സോ ഞാൻ വീണ്ടും, എന്റെ മണ്ടത്തരമാണ്, നിങ്ങൾ ഓർക്കണം, ഞാൻ വീണ്ടും ആ എമൗണ്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്തതിന് ശേഷം എന്താണ് വീണ്ടും അവർ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ 1999 രൂപ കൂടി കൊടുക്കണം. ഞാൻ പറഞ്ഞ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, റീഫണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റില്ല, 1999 രൂപ കൂടി അയച്ചു കൊടുത്താലേ അത് റീഫണ്ട് ആവുള്ളൂ എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഉടനെ ഞാൻ പറഞ്ഞു, ഇനി ഒരു പെന്നി പോലും ഞാൻ അയക്കില്ല, ഞാൻ എൻ്റെ QR കോഡ് അയച്ചു കൊടുത്തു. ഞാൻ ഇതുവരെ അയച്ച 5547 രൂപ ഉടനെ എനിക്ക് റീഫണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോ കേട്ടോ, GPS ലോക്ക്ഡ്, ഡിസേബിൾ GPS, ലോക്ക് GPS എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എനിക്ക് അയച്ചു തന്നു. ഇത് അൺലോക്ക് ചെയ്യാനാണ് അത്രേ 1999 രൂപ അവർക്ക് വേണ്ടത്. ഞാൻ ഉടനെ ഇതെല്ലാം കട്ട് ചെയ്തു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഐ എം ഗോയിങ് ടു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് ഞാനത് കട്ട് ചെയ്തു. അപ്പൊ എനിക്കൊരു വീഡിയോയും അവർ അയച്ചു തരുന്നുണ്ട്, നോക്ക്, ഇത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, കണ്ടോ? അതായത് അവരുടെ കുറച്ച് പ്രൊഡക്റ്റിന്റെ ഒരു ആഡ് ആണ് അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇത് ആ നമ്പർ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ഞാൻ പറയണ, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇത് കാണുന്നുണ്ടോന്ന്, കാരണം ഇത് ബാക്ക് ക്യാം ആയതുകൊണ്ടേ എനിക്ക് വ്യക്തമാവുന്നില്ല. അപ്പോ ഇങ്ങനെ അവരെനിക്ക് അയച്ചു തന്നു. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ഉടനെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1930, അതിനു മുമ്പ് വേറെ കാര്യമുണ്ട്, ഞാൻ ചീഫ് മിനിസ്റ്റർ ഓഫീസിലേക്ക് ഒക്കെ വിളിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ കോള് കണക്ട് ആവുന്നില്ല. അത് BSNLന്റെ പ്രശ്നം, ഫോണ് ലൈൻ ബിസി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ. എനിവേ ഞാൻ 1930 വിളിച്ചു, സൈബർ സെല്ലിൽ വിളിച്ചു, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അവര് തിരിച്ചു വിളിച്ചിട്ട് എന്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. അപ്പൊ എത്ര ഇതേക്കുറിച്ച് അറിവുള്ളവരാണെങ്കിലും ഒരു തെറ്റ്, ചില സമയത്ത് നമുക്കൊരു തെറ്റ് പറ്റാം. ഇനി അപ്പൊ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, ഒട്ടും അറിയാത്തവരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഒരു സ്കാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, സ്കാം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൈസ അയച്ചു കൊടുത്തത് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയാണെങ്കിൽ നിങ്ങൾ ഉടനടി അതിനകത്ത് ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ എന്തായാലും അതിനകത്ത് ഹെൽപ്പിൽ പോവുക. ഈ ഇതെടുക്കുക. ഞാനിപ്പോ ഫോൺ പേയിലെ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫോൺ പേ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹിസ്റ്ററി എടുക്കുക. ഇതിലല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എനിക്ക് തന്നെ അയച്ച പേയ്മെന്റ് ആണ്, അത് ഞാൻ എടുക്കാം, എന്നിട്ട് കാണിച്ചു തരാം. ഈ പേയ്മെന്റ് എടുക്കുക കേട്ടോ. ഈ പേയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത്
താഴോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ഫോൺ പേ സപ്പോർട്ട് എന്ന് കാണും. കോണ്ടാക്ട് ഫോൺ പേ സപ്പോർട്ട്. ആ ഫോൺ പേ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ കാണും. ഞാനിപ്പോ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാണ്. ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അപ്പൊ അവിടെ അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡു യു നീഡ് എനി ഫർദർ ഹെൽപ്പ്, യെസ് ഐ നീഡ് ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്താണ് അവിടെ, നിങ്ങൾക്ക് ഒരു ഫ്രോഡ്സ്റ്റർ ആണ് അതിനകത്ത് തന്നെ വരും, ഫ്രോഡ്സ്റ്റർ ബ്ലോക്ക് ചെയ്യാനാണോ എന്നുള്ള ഓപ്ഷൻ. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് റെഡി ആയിട്ട് ആൻസർ ചെയ്യാം. അതില് നിങ്ങൾ പൈസ അയച്ച ആ ഒരു നിങ്ങളുടെ അവരുടെ ഒരു URL ഉണ്ടാവുമല്ലോ, ആ URL കൊടുക്കുക. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക. റിപ്പോർട്ട് ചെയ്യുക. ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിക്കുക. നിങ്ങളുടെ അല്ല കേട്ടോ, നിങ്ങളുടെ ഫ്രോഡ്സ്റ്ററിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിക്കുക. ദെൻ ഇതൊക്കെ നിങ്ങൾ ഇത് ഒരു 24 hours ചെയ്താൽ മതി. ഈ സംഭവം നിങ്ങൾക്ക് ഫ്രോഡ്സ്റ്റർ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ നിങ്ങൾ 1930 വിളിക്കുക. വിളിച്ചതിന് ശേഷം നിങ്ങൾ ഈ ട്രാൻസാക്ട് ചെയ്തതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ പെട്ടതെന്ന് ചോദിക്കും. അപ്പൊ അതിൽ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ പൈസ കൊടുത്തത്, എന്ത് കാര്യം പറഞ്ഞാണ് നിങ്ങളെ വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്ത് കാര്യത്തിനാണ് കോണ്ടാക്ട് ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം. എന്നിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്ന ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ല നിങ്ങളത് ഓപ്പൺ ചെയ്ത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ID കാണും. അതായത് ഞാൻ എടുത്തിരിക്കുന്ന ട്രാൻസാക്ഷന്റെ തന്നെ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് UTR എന്ന് പറഞ്ഞൊരു സംഭവം കണ്ട, UTR എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും ഞാൻ പറയണം, ഇതൊക്കെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. ഈ UTR എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ UTR നമ്പറും എല്ലാം അടക്കം എത്ര തവണയായിട്ട് എത്ര എമൗണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു, ആ ഓരോന്നിന്റെ UTR നമ്പർ അടക്കം നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക. അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ അയച്ചു തരും. ആ നമ്പർ സൂക്ഷിച്ചു വെക്കുക. ഇനി അവരത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് അയക്കും. ആ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരും. അവിടെ നിങ്ങൾ ചെല്ലുക. ഈ കംപ്ലൈന്റ് അവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം പ്രസന്റ് ചെയ്യുക. ഇതൊക്കെ വിത്തിൻ 24 hours നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനി നിങ്ങൾ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ പൈസ പോയി ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോയത് തന്നെ. ഇപ്പൊ എനിക്ക് 5547 രൂപയാണ് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എമൗണ്ട് ആണ്. എത്രയോ ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. അപ്പോ ഞാനത് അവരടുത്ത് പറയുകയും ചെയ്തു, സാർ 5547 രൂപ എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് അല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എമൗണ്ട് ആണ്, കുറേയധികം ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല, നമ്മൾ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു ഫ്രോഡ്സ്റ്റർ നിങ്ങളെ ചതിച്ച് നിങ്ങൾക്കൊരു സ്കാം കിട്ടി എന്ന് വെച്ചിട്ട് നിങ്ങളത് മിണ്ടാതിരിക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യരുത്. ഓൺലൈനകത്ത് ഇതുപോലെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട് പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അതേപോലെ ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇത് ഞാൻ മെറ്റയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ മേയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ മേ അത് വ്യക്തമായിട്ട് പറയണം ഫ്രോഡ്സ്റ്റർ ആണ്. അതായത് അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്ന ആധാറും പാൻ കാർഡും ഉണ്ടല്ലോ, അത് അയച്ചു കൊടുത്തപ്പോൾ അത് ഫ്രോഡ്സ്റ്റർ ആണ്. അത് ഗൂഗിളിനകത്ത് പല സ്കാം ആയിട്ട് കിടപ്പുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ഇത് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ അത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയില്ല. കാരണം നമ്മൾ കമ്പനി ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. കമ്പനി ഡീറ്റെയിൽസ് 100% കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓൺലൈനകത്ത് ഇതുപോലെ പല തട്ടിപ്പുകളും ഒളിഞ്ഞിരിപ്പുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും പലരും സോഷ്യൽ മീഡിയയിൽ FB വഴിയും ഇൻസ്റ്റ വഴിയും ഒക്കെ ഞങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യുന്നവരെ, ചെറിയ ബിസിനസ് ചെയ്യുന്നവരും വലിയ ബിസിനസ് ചെയ്യുന്നവരും ഒക്കെയുണ്ട്. ഞങ്ങളുടെ വളരെ ചെറിയൊരു ബിസിനസ് ആണ് കേട്ടോ.
അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്കും ഈ ഒരു പറ്റും. കാരണം ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് കൊടുക്കാറില്ല. ഇത് എനിക്കൊരു സുഖമില്ലായക ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാഞ്ചീപുരം വരെ പോയി വരിക എന്ന് പറയുന്ന 2 ദിവസത്തെ അധ്വാനമല്ലേ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്റെ കസിന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭാഗ്യം, അവന് മലയാളം അറിയില്ല. ഞാൻ ഈ മലയാളത്തിൽ പറയുന്ന കാര്യം അവന് മനസ്സിലാവില്ല. അത് അങ്ങനെ ഒരു രക്ഷയുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ ഈ നിമിഷം വരെ അവന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. കാര്യം നമ്മൾക്ക് ഇതിനകത്തുനിന്ന് വലിയ ലാഭമൊന്നും കിട്ടില്ല. നമ്മളിപ്പോ ഒരു 1000 രൂപയുടെ സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഡെലിവറി ചാർജും എല്ലാ കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ 100-150 രൂപ നമുക്ക് ലാഭം കിട്ടും. അത് പ്രൊഡക്റ്റ് അനുസരിച്ചാണ്. ചിലപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് 150 രൂപ അങ്ങനെയൊക്കെ ലാഭം കിട്ടും. അപ്പോ അല്ലാതെ നമുക്ക് വലിയ ലാഭമൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 5547 രൂപ എന്ന് പറയുമ്പോൾ എത്ര ദിവസത്തെ അധ്വാനത്തിന്റെ ഒരു ഇതാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. അപ്പോ നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലും ഇതുപോലൊരു ചെറിയ ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ ആരും അറിയണ്ട എന്ന് വിചാരിച്ച് കളയാതെ ഉടനടി നിങ്ങൾ സൈബർ സെല്ലിൽ ഇൻഫോം ചെയ്യുക. 1930 എന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾ വിളിച്ചാൽ ലൈൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവർ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഡെഫിനറ്റ് ആയിട്ടും അവർ നിങ്ങളെ തിരിച്ചു വിളിക്കും. ആ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യത്തിനാണ് വിളിച്ചത്, എന്റെ പേര് ഇങ്ങനെയാണ്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ കംപ്ലൈന്റ് എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല. അവര് വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡിംഗ് ആവും. അതുപോലെ അവര് നമ്മുടെ ഈ ബാക്കി കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. അവിടെ നമ്മൾ പോവുക, ബാക്കി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കും എനിക്ക് സംഭവിച്ചതുപോലത്തെ ഒരു അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ. ഇനി ചിലര് പറയും, ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, വെരി സോറി, നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് നമുക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് വേറെ ആർക്കും പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ നാളെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. അപ്പോ ഇപ്പോ ബൈ ബൈ, നമസ്കാരം, നന്ദി, നമസ്കാരം.